സൗബിന്റെ അഭിനയം നല്ല രസമുണ്ടായിരുന്നു. അയ്യോ ഒരു രക്ഷയില്ല. എല്ലാം കൊണ്ടും അടിപൊളി സിനിമയായിരുന്നു. വാച്ച് ചെയ്യാൻ നല്ല വെറുത്തായിരുന്നു ഫുള്ളായിട്ട്. സാറിന്റെ അഭിനയം എന്റെ മരണം വരെ ഞാൻ മറക്കത്തില്ല. ആക്ച്വലി നമ്മൾ ലോകേഷിന് രജനി സാറിന് വേണ്ടിയിട്ടാണ് ഈ പടം വന്ന് കണ്ടത് ആക്ച്വലി. പക്ഷേ നമുക്ക് എവിടെയൊക്കെ കിട്ടേണ്ട ഒരു ഹൈ മൊമെന്റ് എന്ന് പറയുന്ന കാര്യം എവിടെയൊക്കെ ചെറുതായിട്ട് മിസ്സായി പോയതുപോലെ തോന്നിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഓവറോൾ അമീർ ഖാൻ വരുന്ന ആ ഒരു ടൈം തൊട്ട് നമുക്ക് റോളക്സിന്റെ അത്രയും ഒരു ഇതില്ലെങ്കിലും ഇമ്പാക്ട് ഇല്ലെങ്കിലും ആ ഒരു ഹൈ മൊമെന്റ് അവിടെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ഫുൾ വയലൻസ് അല്ല, ഒരു ഇമോഷൻ കണക്ട് ചെയ്ത് ബേസ് ചെയ്ത് പോയിട്ടുണ്ട്. അത് വളരെ നന്നായിട്ടുണ്ട്. ലോകേഷ് പടത്തിൽ അത്രയും ഒരു ഇമോഷൻ ടച്ച് നമുക്ക് എപ്പോഴെങ്കിലും മിസ്സാവാറുണ്ട്. അതുപോലെ തന്നെ ഈ പഴയ പാട്ടിലെടുത്തിട്ട് സിനിമയിലെ ഒരു ഫൈറ്റ് സീൻ കൊറിയോഗ്രാഫി അത് ഓവർ റേറ്റഡ് ആയി തോന്നിയിട്ടുണ്ട് ഇപ്പോൾ. അത്രേ ഉള്ളൂ. ഓവറോൾ ഇറ്റ്സ് എ ഗുഡ് ഫിലിം. ദാറ്റ്സ് ഇറ്റ്. കണ്ടായിരുന്നു, കൊള്ളായിരുന്നു, കുഴപ്പമില്ല, കണ്ടായിരുന്നു, നല്ലതായിരുന്നു. അതെ അതെ, ലാസ്റ്റത്തെ കുറച്ച് സീക്വൻസ് ആയിരുന്നു നല്ലതായിട്ടിരുന്നത് അമീർ ഖാന്റെ. ബാക്കിയൊക്കെ കുഴപ്പമില്ല ബ്രോ, എബോ ആവറേജ് ആണ്. സൂപ്പറായിരുന്നു. ഇപ്പൊ കുഴപ്പമില്ല, നല്ല ആക്ടിങ് ആയിരുന്നു, നല്ല ഇതൊക്കെ ഉണ്ടായിരുന്നു. എനിക്കൊരു കാര്യം പറയാനുള്ളത്, സാറിന്റെ അഭിനയം എൻ്റെ മരണം വരെ ഞാൻ മറക്കത്തില്ല. അതായത് കാര്യം പറയുന്നത്, ഈ വെട്ട് മറ്റുള്ള ആർട്ടിസ്റ്റിനെ കുറ്റം പറയുന്നതല്ല, വെട്ട് കുത്ത് കൊലപാതകം എന്ന് പറയുന്നത് അത് ആക്ടിങ് അല്ല, അതാരായാലും ആക്ട് ചെയ്യാം. രജനി സാറിൻ്റെ അഭിനയം എന്ന് പറയുന്നത് മുഖത്തെ എക്സ്പ്രഷന്, ആക്ഷന്, നടപ്പ്, ഇരിപ്പ്, ഇതൊക്കെയാണ് സാറിൻ്റെ യഥാർത്ഥ റിയലായിട്ടുള്ള ആക്ടിങ്. പിന്നെ ഞാൻ സീരിയല്, ഷോർട്ട് ഫിലിം ഒക്കെ അഭിനയിക്കുന്നുണ്ട്. മലയാളം സീരിയൽ, ഷോർട്ട് ഫിലിം അഭിനയിക്കുന്നുണ്ട്. പിന്നെ സാറിൻ്റെ പുതിയൊരു പടം വരുവാണെങ്കിൽ എനിക്ക് അതിനകത്ത് അഭിനയിക്കാനുള്ള താല്പര്യമുണ്ട്. ആരെങ്കിലും അറിയിച്ചാൽ ഞാൻ തീർച്ചയായിട്ടും സാറിൻ്റെ ആ പുതിയ പടത്തിൽ അഭിനയിക്കാൻ താല്പര്യം കാണിക്കുന്നതാണ്. എല്ലാം കൊണ്ടും അടിപൊളി സിനിമയായിരുന്നു. വാച്ച് ചെയ്യാൻ നല്ല വെറുത്തായിരുന്നു ഫുള്ളായിട്ട് നോക്കുമ്പോൾ. ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട പ്രധാനമായിട്ടുള്ള അമീർ ഖാന്റെ എൻട്രി തന്നെയാണ്. നല്ലോണം ഒരു ഹൈപ്പൊക്കെ ഉണ്ടായിരുന്നു. സംശയം രജനീകാന്ത് കുറെ നാളിന് ശേഷം അഭിനയിക്കുന്നത് കൊണ്ട് കാണുന്ന അത്ര വെറുത്തായിരുന്നോ എന്ന് എനിക്ക് തോന്നിയിരുന്നു. പക്ഷെ കൊള്ളായിരുന്നു, എല്ലാം കൊള്ളായിരുന്നു, ഫുള്ളായിട്ട് കൊള്ളായിരുന്നു. ഓക്കെ, കൊള്ളായിരുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ടു. കൊള്ളായിരുന്നു, സോങ്സ് ഒക്കെ കൊള്ളായിരുന്നു. ഒരു ഇമോഷണൽ ടച്ച് ലാസ്റ്റ് വരെ വരുന്നുണ്ട്. കൊള്ളാം. അത് രജനീകാന്ത് സൂപ്പറാ. അതിന് സൗബിന്റെ അഭിനയം നല്ല രസമുണ്ടായിരുന്നു. വില്ലനായിട്ടുള്ള സൈമൺ ക്യാരക്ടർ നല്ല ഇതായിരുന്നു. നമ്മൾ ലാസ്റ്റ് വരെ വിചാരിക്കുന്നില്ല സൗബിനെ ഇങ്ങനത്തെ ഒരു ക്യാരക്ടറിൽ കാണാൻ പറ്റുന്നു. പക്ഷെ കൊള്ളായിരുന്നു. സൂപ്പർ മൂവി, സൂപ്പർ ഡയറക്ഷൻ, രജനി സൂപ്പർ, ഓൾവേസ് സൂപ്പർ ഫാന്റാസ്റ്റിക്. നല്ല സിനിമ, അടിപൊളി സിനിമ. അയ്യോ ഒരു രക്ഷയില്ല.